പിന്നെ സോറി ചേട്ടാ, ഞാൻ അറിയാതെ ചൂടായി പോയതാ. കാരണം അപ്പൂപ്പന്റെ സ്വഭാവം, അപ്പൂപ്പന് ഇതുപോലെ ഭയങ്കര ചൂടാണ്. അതിന്റെ വീട്ടിൽ എന്നോട് കാണിക്കണ്ട. ഇപ്പൊ അകത്ത് കിടന്ന് ഡോക്ടറോട് ചൂടാവുക, നേഴ്സിനോട് ചൂടാവുക, ലോകത്തുള്ള എല്ലാ ആൾക്കാരോടും ചൂടാവുക. എന്നിട്ട് ഇപ്പൊ ഐസിനകത്ത് കയറ്റിയേക്കുക. അത്രയ്ക്ക് സീരിയസ് ആണോ? അല്ല, ചൂടായിട്ട് നിൽക്കില്ല, ഒന്ന് തണുക്കാൻ കയറ്റിയതാ. അങ്ങനെ ബഹളം ഉണ്ടാക്കും. അതെങ്കിലേ കൈയും കാലും പിടിച്ച കട്ടിലെ കെട്ടിയും കിട്ടണം. അയ്യോ, അങ്ങനെ മിനിഞ്ഞാന്ന് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കൈയും കാലും 4 സൈഡിലോട്ട് പിടിച്ചങ്ങ് കെട്ടി കട്ടിലിന്റെ ഇങ്ങനെ കിടക്കുക. ഇത് കണ്ടിട്ട് ഡോക്ടർ ചോദിക്കും, ആരാടാ ബെഡെ കൊണ്ട് ഹെലിക്കാൻ വിട്ടേക്കുന്നത്? ഒരു 94 വയസ്സായിട്ടുണ്ട്. കുഴപ്പമില്ല, 2 ദിവസമായിട്ട് മേളിലോട്ടാക്കി പോകും. അങ്ങനെ ഞാൻ എന്റെ ഹെലിക്കാമിനെ ഞാൻ പറത്ത് വിടത്തില്ല. എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എന്റെ കൈക്കുമ്പിലാണ് ഞാൻ എന്റെ അപ്പൂപ്പനെ കൊണ്ട് നടക്കുന്നത്. എന്റെ അപ്പൂപ്പൻ മാനത്താങ്കണ്ണിയാണ്. എനിക്ക് അതുപോലെ ഇഷ്ടമാണ് എന്റെ അപ്പൂപ്പൻ. നിന്റെ അപ്പൂപ്പനെ നിനക്ക് ഇഷ്ടം. എടാ, എന്റെ അപ്പൂപ്പൻ എന്റെ മടിയിലാ മരിച്ചത്. ഓ, ഭാഗ്യം ചെയ്ത അപ്പൂപ്പനും കൊച്ചുമോനും കേട്ടോ. അല്ല, മടിയിലൊക്കെ കിടന്ന് മരിക്കണമെന്ന് വെച്ചാലേ എന്റെ മടി കിടന്ന് മരിച്ചെന്നല്ല പറഞ്ഞത്. പിന്നെ അപ്പൂപ്പൻ വയ്യാതായി കിടന്നപ്പോഴേ എന്റെ അച്ഛൻ എന്നോട് പറയണ്ട, നീ പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരാൻ. എനിക്ക് അങ്ങനെ പോകാനുള്ള മടി കാരണം അപ്പൂപ്പൻ വീട്ടിൽ കിടന്ന് മരിച്ചത്. അങ്ങനെ എന്റെ മടിയിൽ അപ്പൂപ്പൻ മരിച്ചു. അപ്പൂപ്പനെ കൊലക്കി കൊടുത്തിട്ട് അവന് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ ഉണ്ട്. ആറ്റിറ്റ്യൂഡ്, നിന്റെ ആറ്റിറ്റ്യൂഡ്. പിന്നെ ഒരു ബണ്ണൂടെ തരണേ. അതിന് മണ്ണെന്തിനാ? ബണ്ണ് അപ്പൂപ്പന് കൊടുക്കാനേ. അപ്പൂന് കൊടുക്കല് ശ്വാസം മുട്ടിച്ചാവും. അയ്യോ, തിന്നാനല്ല. നാളെ അപ്പൂപ്പനെ ഷേവ് ചെയ്യാൻ ആൾക്കാർ വരും. അപ്പൊ കവിളിനകത്ത് കുത്തി കയറ്റി വെച്ചൊന്ന് ടെമ്പർ ആക്കി കൊടുക്കാനാ, വടിക്കാൻ എളുപ്പമാണ്. ഏത് ഡോക്ടറെ കാണിക്കുന്നേ? ഫിസിഷ്യൻ. ഓ, നാക്കെന്ന് വളരാൻ ഇപ്പൊ വിസിൽ കേട്ടേനെ. ചേട്ടാ, ഈ ആശുപത്രിയിലെ ഈ കൂട്ടിരിപ്പുകാരുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാകും. എന്നാലും വയ്യാതെ കിടക്കുന്നവരുടെ കാര്യം കട്ടമാണെന്ന് പറയത്തില്ല. ചേട്ടാ, ഇവിടെ കിടക്കാൻ സ്ഥലമില്ലെന്ന്. നീ അപ്പൂപ്പിന്റെ കൂടെ കയറി കിടക്കണം എന്ന് വെച്ചാൽ എന്റെ മണവാട്ടിയല്ലേ അപ്പൂപ്പ, ഞാൻ കൂടെ അപ്പൂപ്പിന്റെ കൂടെ കയറി കിടന്നാ പോരെ? അപ്പൂപ്പനൂടെ കിടക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൂപ്പ ഉറക്കത്തിൽ കൂർക്കം വലിക്കും. ഉറക്കത്തിൽ വടം വലിക്കാൻ പറ്റുമോ? അതല്ലെന്ന്. അപ്പൂപ്പന് ഭയങ്കര ശല്യമാണ്. ഞാൻ ആ വരാന്തലൊക്കെയാ കിടക്കുന്നത്. ഈ വരാന്ത കിടക്കുമ്പോ കൊതുകിന്റെ ശല്യം ഇല്ലയോടോ? കൊതുകിന്റെ ശല്യം എങ്ങനെ സഹിക്കാം? സർക്കാർ ആശുപത്രിയിലെ ലോട്ടറിക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ. നീ അങ്ങനെ ലോട്ടറിക്കാരെ കുറ്റം പറയണ്ട. ലോട്ടറി അടിച്ചിട്ടാ ഞാൻ ഈ കട തുടങ്ങിയത്. അയ്യേ, ഈ കടയാണോ നിങ്ങൾ ലോട്ടറി അടിച്ചിട്ട് തുടങ്ങിയത്? 1000 രൂപ ലോട്ടറി അടിച്ചിട്ട് പിന്നെ ഞാൻ 5 സ്റ്റാർ ഹോട്ടൽ നടത്താൻ പറ്റും. ശരിയാ. പിന്നെ ഞാനൊരു 4-5 ദിവസം കഴിഞ്ഞാൽ രോഗം ഭേദമായാലും ഇല്ലേലും അപ്പൂപ്പനെ ഡിസ്ചാർജ് ചെയ്തോണ്ട് ഞാൻ വീട്ടിൽ പോകും. എന്തിന്? ഒപ്പിടാൻ. ഒപ്പിലിടാനല്ലെന്ന്. രജിസ്റ്റർ ഓഫീസിൽ വസ്തുവൊക്കെ ഭാഗം ചെയ്യുന്ന സംഭവം സെറ്റപ്പ് ആയിരിക്കുമല്ലേ? അപ്പൂപ്പനെ കൊണ്ട് ഒപ്പിടിച്ചാൽ വസ്തുവൊക്കെ എന്റെ കയ്യിലിരിക്കും. പാകം വെക്കുന്ന എവിടെ ആയിക്കട്ടെ, പോകുന്നതിന് മുമ്പ് എന്റെ പൈസ എന്നിട്ട് പോകണം. അത് തരാമെന്ന്. നിങ്ങൾ പറ്റം കൊണ്ട് എഴുതി വെച്ചാട്ടോ. എന്റെ പറ്റും പേര് രാജേഷ്, ബാക്കിയെല്ലാം കൊണ്ട് എഴുതി വന്നാ പോരെ. ഈ വസ്തുവൊക്കെ പാകം ചെയ്യുമ്പോഴേ ബാക്കിയുള്ള അവകാശികൾ വന്ന വിഷയമാവത്തില്ല. ഭയങ്കര കൂട്ടുകുടുംബമല്ലേ ഞങ്ങളുടെ അപ്പൂപ്പൻ തന്നെ 3 കെട്ടിയതാ. എന്നിട്ട് മുറുകിയില്ലേ? 3 കല്യാണം കഴിച്ചാണ്. 3 കല്യാണം കഴിച്ചാണ്. ആദ്യത്തെ വകയെ 4 പിള്ളേർ, രണ്ടാമത്തെ വകയെ 3 പിള്ളേർ, മൂന്നാമത്തെ വകയെ പിള്ളേരൊന്നും ഇല്ല. അഷി തീർന്നാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അപ്പൂപ്പൻ ആദ്യം കെട്ടിയതോ ഒരു ബോംബിനെയാ. അതിനെക്കാട്ടി വലിയ ആറ്റം ബോംബ്. ഞങ്ങളുടെ നാരായണി അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പൂപ്പൻ അങ്ങ് ശല്യമായിരുന്നു. അങ്ങനെ നാരായണി അമ്മൂമ്മ ഉപേക്ഷിച്ചിട്ടാണ് എന്റെ അമ്മൂമ്മ കമലാക്ഷിയെ കിട്ടിയത്. ഈ നാരായണി അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലിന് തീ പിടിപ്പിക്കുന്ന സൈസാണ്. അവരറിയാതാണ് ഞങ്ങൾ ഈ വസ്തുവൊക്കെ പാകം വെച്ച് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അവരെങ്ങാണോ അറിഞ്ഞ എന്റെ പൊന്നു ചേട്ടോ, പിന്നെ ഒന്നും പറയണ്ട. അറിയില്ല കേട്ടോ. അയ്യോ, ആ ബോംബ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അപ്പൂപ്പൻ ആദ്യം കെട്ടിയ ബോംബ് നാരായണി അമ്മൂമ്മ. തോട്ടം വരുന്ന അപ്പൂപ്പ കിടക്കുന്നറിഞ്ഞ് കാണാൻ വന്നതാ. എന്നെ ഇവിടെ കണ്ടാലേ ഭയങ്കര വിഷയം. ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുക. എങ്ങനെയല്ലോ അവരെ പറഞ്ഞു വിടണേ. ഇവിടെ ഒളിച്ചിരിക്കും. നീ എനിക്ക് പൈസ ഞാൻ വിടത്തില്ല. പോടാ, നിന്റെ പാട് നോക്കി. നിനക്കേ ഞാൻ ആരാണെന്ന് അറിയത്തില്ല. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം ആ ചെറുക്കൻ കിളി വാതിലിൽ നിൽക്കുക. എന്തോത്തിനാ? മുട്ടയൊരു എടാ, നടക്കത്തില്ലടാ കുഞ്ഞേ. ഈ നാരായണിയെ ഇത് ഐറ്റം വേറെയാ. എന്താ പറ്റിയ അമ്മൂമ്മേ? വൈറ്റ് ആട്ടിയോ? ആരാടാ നിന്റെ അമ്മൂമ്മ? എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ മുടിയൊക്കെ വെളുത്തിരിക്കുന്നു. എടാ മക്കളെ, ഇത് പ്രായത്തിന്റെ അല്ലടാ. ടെൻഷൻ കേറിയപ്പോ അങ്ങ് വെളുത്തു പോയതാ. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ പുൽപ്പെട്ടിക്ക് എന്തോ ടെൻഷനാ, വെളുത്തൊക്കെ ഇരിക്കുക. എടാ മക്കളെ, സുർജിത്ത് ഉണ്ടോടാ? സുർജിത്ത് ഇവിടെ അപ്പുറത്താ. സുർജിത്തെ നിങ്ങളുടെ വല്യമ്മ ഒന്ന് വിളിക്കുന്നു. പാടാ. എടാ അതല്ലടാ, ദാഹം മാറാനൊക്കെ നമ്മൾ കുടിക്കത്തില്ലയോ? അത് സുർജിത്തല്ല, സർബത്ത്. സർബത്തില്ല, ചായ വേണോ? ഓ, ചായ ഒന്നും കുടിച്ച് ശീലമില്ലടാ. ഇതൊരു പരിപ്പോട തരം വായിലിട്ട് മർദ്ദിക്കും. അയ്യോ, കടി കിട്ടത്തില്ല. എടാ, വായിലിട്ട് അലിഞ്ഞു പോകുന്ന എന്തേലും ഉണ്ടെങ്കിൽ താ. ഒരു ഐസ് കെട്ട് തരട്ടെ? കൊള്ളാമല്ലോ, ഭയങ്കര തമാശയല്ലയോ? അവരോട് പറ, അവര് ചിരിക്കട്ടെ. അയ്യടാ, ഇത് ഞാൻ അവരോട് പോയി പറഞ്ഞിട്ട് അവര് ചിരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ നാണം കെടാനോ? എന്തുവാടാ നിന്റെ പുറകിൽ ഒരു ശബ്ദം? അത് ഞാനല്ല. ഈ ലോകത്ത് ഈ ഒരു കാര്യം മാത്രം ആരും സമ്മതിച്ചായിരുന്നു. അമ്മൂമ്മ ഡോക്ടറെ കാണാൻ വന്നാന്നോ? മക്കളെ, 83 വയസ്സായി എനിക്ക്. ഇന്നേ വരെ ഒരു ഇംഗ്ലീഷ് മരുന്നും കഴിച്ചിട്ടില്ല. പിന്നെ അസുഖം വരുമ്പോ എന്ത് ചെയ്യുന്നത്? പച്ചിലയിലല്ലയോ പിടിച്ചു നിക്കുന്നേ? പച്ചിലപ്പുഴു നിക്കുന്നതാണ്. പച്ചില പുഴുവല്ല,
പച്ചില മരുന്ന് അരിച്ചങ്ങ് കുടിക്കും. ഇനി പറ്റാത്ത മേക്ക് ഓവറും പറ്റാത്ത ആറ്റിറ്റ്യൂഡും പിടിച്ച് ഉടൻ തന്നെ വന്ന് നിൽക്കുന്നത്. എടാ 19-55 വർഷം മുമ്പേ എന്നെ ഒരാള് കെട്ടിയതാ. ഇപ്പഴാണ് അഴിച്ചു വിട്ടത്. എടാ എന്റെ കൃഷ്ണേട്ടൻ എന്നെ കല്യാണം കഴിച്ച കാര്യമാ ഞാൻ പറഞ്ഞത്. എന്തൊരു സുന്ദരമായ ജീവിതമായിരുന്നു. ഞങ്ങൾക്കേ 4 മക്കളാ. കണ്ണടച്ചു കേട്ട റേഡിയോ നാടകം കേൾക്കുന്ന പോലാ. എനിക്കും ആ ഫീല. ഒരു സുപ്രഭാതത്തിൽ എന്നെയും തേച്ചിട്ട് ഒരു പോക്ക്. കുളിക്കാൻ പോയായിരിക്കും എണ്ണ തേച്ചിട്ട് പോയ. എണ്ണ തേച്ചിട്ട് പോയെന്നല്ല പറഞ്ഞത്, എന്നെ തേച്ചിട്ട് ഒരു പോക്ക്. എന്നിട്ട് കമലാക്ഷി എന്നും പറഞ്ഞൊരുത്തിയെ കല്യാണം കഴിച്ച് ആ വകയിൽ ഒരു കൊച്ചുമോൻ എന്റെ കൃഷ്ണേട്ടന്റെ തല തല്ലിപ്പൊളിച്ച് ആശുപത്രിയിൽ ഇട്ടേക്കുവാ വീതം വെക്കാൻ. തലയോ? തലയല്ലടാ, ഒത്തു വീതം വെക്കാൻ. ഈ നാരായണി ജീവിച്ചിരിക്കുന്നിടത്തോളം അത് സമ്മതിക്കത്തില്ല. അത് പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ചത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ മക്കളെ ഇതൊന്നും പിടിച്ചു നിർത്തിക്കടാ. എടാ ഓസ് കോംപ്ലൈറ്റ് തിന്നാൻ വരുത്താനേ. അപ്പൊ തലക്കടിച്ച് ഇവിടെ കൊണ്ടിട്ടാ നീലോടാ. ഇവര് വസ്തു അടിച്ചെടുക്കാൻ കൊണ്ട് കള്ളം പറയും ചേട്ടാ. ഞാൻ തലക്ക് അടിച്ചൊന്നുമല്ല. എടാ കള്ള, നീ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നല്ലയോ? എവിടെടാ കൃഷ്ണേട്ടൻ? കാണിച്ചതാടാ കൃഷ്ണേട്ടൻ, കാണിച്ചതാടാ കൃഷ്ണേട്ടൻ. അത് അടുത്ത വർഷം ഉത്സവത്തിന് ഞാൻ കാണിച്ചു തരാം. എന്തോന്ന് കൃഷ്ണനാട്ടം? കൃഷ്ണനാട്ടം അല്ല, എന്റെ കൃഷ്ണേട്ടൻ എവിടെടാ കിടക്കുന്നത്? ആ അപ്പൂപ്പൻ അവിടെ അകത്ത് കിടപ്പുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റത്തില്ല. സന്ദർശകരെ അവിടെ അനുവദിക്കത്തില്ല. ആരാടാ ഇപ്പൊ അവിടെ ഉള്ളത്? അതെന്റെ കമലാക്ഷി അമ്മൂമ്മ അപ്പൂപ്പന് കൂട്ടിരിക്കും. ഓറഞ്ചൊക്കെ തിന്നുണ്ട്. അവൾ അവിടെ ഉണ്ടെങ്കിൽ സന്ദർശകര് കൂടും, ഇല്ലെങ്കിൽ അവള് വിളിച്ചു കയറ്റും. അതാ സൈസ്. പണ്ടൊരു സന്ദർശനത്തിന് പോയതാ എന്റെ കൃഷ്ണേട്ടൻ, പിന്നെ അവള് വിട്ടിട്ടില്ല. ചുമ്മാ കള്ളത്തരം പറയുക. ഇവർ അപ്പൂപ്പനെ അടിക്കുമായിരുന്നു. അതിനാ അപ്പൂപ്പൻ ഓടിപ്പോയത്. അത് കള്ളു കുടിക്കുമ്പോഴല്ലേ ഉള്ളൂ. അപ്പൂപ്പനോ? അല്ല ഞാൻ. ഈ അമ്മൂമ്മ കള്ളു കുടിക്കുമായിരുന്നു. അയ്യോ കള്ളുകൂടി മാത്രമാണേ സഹിക്കാം. ഇവര് ബീഡി വലിക്കുന്നു. വീട് വലിക്കോ? പിന്നെ ചോയ്പ്പറയിലോട്ട് നോക്കിയാൽ മതി. പെരുമ്പാവൂരെ തടിലോറി പോകുന്ന പോലെ അടിച്ചു എടാ, നീ എന്തിനാ സോപ്പ് ഇട്ട് അവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്തുവാ? അപ്പൂപ്പന്റെ വസ്തുവകകൾ അടിച്ചു മാറ്റാൻ അപ്പൂപ്പൻ അടിച്ചു മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പൂപ്പൻ എനിക്ക് തരും. ആ റോഡ് സൈഡിൽ കിടക്കുന്നത് എനിക്ക് വേണം. ആ റോഡ് സൈഡിലെ കുപ്പിയും പാട്ടൊക്കെ നിങ്ങൾ പറയോ? എനിക്കെന്തിനാ? കുപ്പിയും പാട്ടയും അല്ല, റോഡ് സൈഡിൽ കിടക്കുന്ന വസ്തു എനിക്ക് വേണമെന്ന്. ഓയ്യോ ഈ തള പറയുന്നത് കേട്ടോ. ഇവർക്ക് ഇത്രയും പ്രായമില്ല കേട്ടാ. ഇവരൊക്കെ എന്തിനാ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന വസ്തു? റോഡിന്റെ സൈഡിൽ ഇരുന്ന് വണ്ടി പോകാൻ കാണാനായിരിക്കും. ആയിരിക്കും. എന്താ പറഞ്ഞാലും ഒരു വകയും തരത്തില്ല. എടാ, ഭാഗപത്രത്തിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇല്ല, ഭാഗവത്രത്തിൽ നിങ്ങളുടെ പേരില്ല. അയ്യോ, ഇവൻ പറയുന്ന കേട്ടോ. അപ്പൂപ്പൻ ഭാഗപത്രത്തിൽ എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നാളത്തെ ദിനപത്രത്തിൽ നിങ്ങളുടെ പേര് വരും, ഫോട്ടോ സഹിതം. നമ്മുടെ അപ്പൂപ്പൻ പോയടാ, നമ്മുടെ അപ്പൂപ്പൻ പോയടാ. അയ്യോ. കൃഷ്ണേട്ടൻ എന്നെ ഇട്ടിട്ടങ്ങ് പോയടാ. ചേട്ടാ അമ്മ പറയുന്ന അപ്പൂപ്പൻ പോയി. എന്റെ കൃഷ്ണേട്ടാ. അയ്യോ, എന്റെ കൃഷ്ണേട്ടാ പോയോ? കൃഷ്ണേട്ടാ. അപ്പുവേ ആംബുലൻസുമായിട്ട് നീ എവിടാടാ കിടക്കുന്നത്? നല്ലൊരു ഓട്ടം വന്നിട്ടുണ്ട്. എനിക്ക് 250 രൂപ ആംബുലൻസ് തന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് പോയി വേണം. പെട്ടെന്ന് വാ. പോയി. ആൾക്കാരെയൊക്കെ അറിയിക്കണ്ടായോ? ഇതാരും അറിയാതിരിക്കണ ഞാൻ നോക്കുന്നു. അപ്പൂപ്പൻ മരിച്ചപ്പോ ആൾക്കാരെ അറിയിക്കണ്ടോടാ? അപ്പൂപ്പൻ മരിച്ചു പോയെന്ന്. പിന്നെ അപ്പൂപ്പൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് കിടന്ന് നല്ല വിളിച്ചതോ? അയ്യോ അപ്പൂപ്പൻ മരിച്ചു പോയെന്നല്ല നില വിളിച്ചത്. പിന്നെ അപ്പൂപ്പൻ അപ്പുറത്തെ വാരി കിടന്ന ഏതോ ഒരു പെണ്ണുമ്പിള്ളെ അടിച്ചോട്ട് പോയെന്നാണ് പറഞ്ഞത്. ആ അപ്പൊ ഇപ്പൊ പോയ വല്യമ്മ എന്ത് ചെയ്ത്? അപ്പൂപ്പൻ പുതിയ ട്രിപ്പ് പോയ വിഷമത്തിൽ 2 പേരും ഇവിടെ ട്രിപ്പ് ഇട്ട് കിടപ്പുണ്ട്. അപ്പുവേ 250 രൂപ എനിക്ക് വേണ്ട. നീ ചമ്മിപ്പോയി.